നെക്ക് ഡീപ്പാകും തോറും ഷോൾഡറിലും ആം ഹോളിലൊക്കെ വേരിയേഷൻ വരുന്നത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അതാണ് ഇത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് കാണിച്ചാൽ. ക്ലോസ്ഡ് നെക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി കൊടുക്കുന്ന ഷോൾഡർ സ്ലോപ്പൊക്കെ കൊടുത്ത് നമുക്ക് ആം ഹോൾ വരച്ച് എടുക്കാം. ഇനി ഞാൻ അതിൽ 1 ഇഞ്ച് നെക്ക് ഡീപ്പ് ചെയ്തു. ഞാൻ ആ 1 ഇഞ്ച് നെക്ക് ഡീപ്പ് ചെയ്തപ്പോൾ ആം ഹോളിൻ്റെ അവിടെ നിന്നും ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഞാനൊരു 1/4 ഇഞ്ച് വീതം കുറച്ച് വരച്ചിട്ടാണ് ആം ഹോൾ വരച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് വീണ്ടും ഓരോ ഇഞ്ച് നെക്ക് ഡീപ്പ് ചെയ്യുമ്പോഴും. നെക്സ്റ്റ് ഞാൻ 1 ഇഞ്ചും കൂടെ നെക്ക് ഡീപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ഈ സെയിം ഷോൾഡറിൽ നിന്നും ആം ഹോളിൻ്റെ അവിടെ നിന്നും 1/4 ഇഞ്ച് വീതം കുറച്ചിട്ടാണ് ആം ഹോൾ വരച്ചു കൊടുക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ഇഞ്ചും നെക്ക് ഡീപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അതിലിപ്പോൾ 8 ഇഞ്ച് 9 ഇഞ്ചൊക്കെ നെക്ക് ഡീപ്പാകുമ്പോൾ നമ്മുടെ നെക്ക് വിട്ട് കൊടുത്തേക്കുന്ന ആ ഒരു പോർഷനില്ലേ, ആ പോയിൻ്റ് ഒട്ടും വൈഡാവാതെ നോക്കാം. അവിടെ എപ്പോഴും ഒതുക്കി തന്നെ കട്ട് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നെക്ക് ഇങ്ങനെ മലന്നു പോയി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇത് വരും. അപ്പോൾ ആ ഒരു ഇത് ശ്രദ്ധിച്ചേക്കുക. ഇതിപ്പോൾ ബാക്ക് പാനലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നെക്കിനനുസരിച്ച് ഷോൾഡറും ആം ഹോളൊക്കെ വരച്ചു കൊടുത്തതിന് ശേഷം ഫ്രണ്ടിൽ കുഴിച്ച് കെട്ടാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കുക. ആൻഡ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. ബൈ.